സ്പ്ലെൻഡർ റീസ്റ്റോറേഷൻ പാർട്ട് 3. അങ്ങനെ നമ്മുടെ വണ്ടി നല്ല വൃത്തിയായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. പെയിൻറ്റിങ് ചെയ്യാനാണെന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് കഴുകി തന്നിട്ടുണ്ടായിരുന്നു. പെയിൻറ്റിങ് ചെയ്യാനായി ആദ്യം നമ്മൾ ബോഡി പാർട്സ് എല്ലാം റിമൂവ് ചെയ്യുകയാണ്. ബോഡി പാർട്സ് എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത്. അതിനായി നമ്മൾ ആദ്യം ഹെഡ്ലൈറ്റാണ് ഊരി മാറ്റുന്നത്. ഹെഡ്ലൈറ്റ് ഊരി മാറ്റാൻ വേണ്ടി നമ്മൾ ആദ്യം അതിൻ്റെ നമ്പർ പ്ലേറ്റ് റിമൂവ് ചെയ്യണം. അതിന് ശേഷം നമ്മൾ ഹെഡ്ലൈറ്റ് റിമൂവ് ചെയ്തിട്ട് സോക്കറ്റ് കാര്യങ്ങളെല്ലാം ഊരിവിട്ട് ഹെഡ്ലൈറ്റ് റിമൂവ് ചെയ്ത് വെക്കണം. അതിനുശേഷം നമ്മൾ ഫൂട്ട് റെസ്റ്റാണ് റിമൂവ് ചെയ്യുന്നത്. 4 ഫൂട്ട് റെസ്റ്റ് ഇതേപോലെ റിമൂവ് ചെയ്യണം. അതിനുശേഷം ക്രാഷ് ഗാർഡ്, ബാക്ക് ഗ്രാബ് ഹാൻഡിൽ, സാരി ഗാർഡ്, ബാക്ക് നമ്പർ പ്ലേറ്റ്. അതിനുശേഷമാണ് നമ്മൾ ബാക്ക് ഫൈബർ പാർട്ട് റിമൂവ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ബോഡി പാർട്സ് എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ട് മഡ് ഫ്ലാപ്പ് റിമൂവ് ചെയ്യുന്നത്. ഫ്രണ്ട് മഡ് ഫ്ലാപ്പ് റിമൂവ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ടയർ ഊരി പെയിൻറ്റ് ചെയ്യുന്നത്. ടയർ ഊരി മാറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അടിയിൽ സപ്പോർട്ട് കൊടുത്തതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ ടയർ ഊരി മാറ്റുന്നത്. അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് കൊണ്ട് വണ്ടി ഫ്രണ്ടിലേക്ക് മറിഞ്ഞ് വീഴും. ബോഡി പാർട്സും ടയറും ഫ്ലാപ്പും എല്ലാം നമ്മൾ ഊരി വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പെയിൻറ്റിങ് ചെയ്യുന്നതിന് മുന്നേ ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് തുരുമ്പ് കളയുന്നത്. നമ്മുടെ വണ്ടിയിൽ ഒരുപാട് തുരുമ്പ് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് തുരുമ്പ് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനെ ആദ്യം നമ്മൾ ചെയ്യുന്നത് സൈലൻസറിലാണ്. അത്യാവശ്യം നന്നായിട്ട് തുരുമ്പും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ സൈലൻസർ നമുക്ക് നന്നായിട്ട് തുരുമ്പ് ഉരച്ച് കളയണം. അതിനൊരു സാൻഡ് പേപ്പർ യൂസ് ചെയ്താണ് നമ്മൾ ഈ തുരുമ്പ് കളയുന്നത്. അതിനുശേഷം എഞ്ചിൻ സൈഡാണ്. എഞ്ചിൻ സൈഡിലെ ഈ സിലിണ്ടർ കിറ്റിൻ്റെ ഇടയ്ക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ തുരുമ്പ് അഴുകി കയറിയിരിക്കുന്നത്. നമ്മൾ എത്ര വൃത്തിയാക്കാൻ ശ്രമിച്ചാലും വൃത്തിയാവുന്ന സ്ഥലമാണ്. അവിടെയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കണം. അതിനുശേഷം നമുക്ക് സൈലൻസർ റിമൂവ് ചെയ്യാം. കാരണം നന്നായിട്ട് തുരുമ്പുണ്ടായിരുന്നു. നമ്മൾ ഇങ്ങനെ വെച്ച് ക്ലീൻ ചെയ്താൽ നമുക്ക് ക്ലീൻ ആവത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് ഊരി മാറ്റിയിട്ട് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ സൈലൻസറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അതിനുശേഷം എൻജിൻ സൈഡും അതേപോലെ തന്നെ സിങ്യാമും നല്ല തുരുമ്പായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് വൃത്തിയാക്കാം. അതിനുശേഷം റിമൂവ് ചെയ്ത ഓരോ പാർട്സും നമുക്ക് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യണം. അതിനായി ആദ്യം നമ്മൾ ഗ്രാബ് ഹാൻഡിലാണ് ക്ലീൻ ചെയ്യുന്നത്. അതിനുശേഷം ടയർ നന്നായിട്ട് ക്ലാവ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഉരച്ച് നമുക്ക് കളയേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നല്ല വൃത്തിയായിട്ട് തുരുമ്പും കാര്യങ്ങളെല്ലാം നമ്മൾ നന്നായിട്ട് സാൻഡ് പേപ്പർ വെച്ച് റബ്ബ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അടുത്ത പ്രോസസ്സായ മാസ്കിംഗ് ആണ് നമ്മൾ ഇതിനടുത്ത് ചെയ്യാൻ പോകുന്നത്.